ലോകത്തെ ഫുട്ബോളിന്റെ മാന്ത്രിക കളത്തിലേക്ക് സ്വാഗതം ചെയ്ത സൗദി അറേബ്യ 2034 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കും. ഫിഫയുടേതാണ് പ്രഖ്യാപനം. സൗദിയിലെ 5 നഗരങ്ങളിലായി 15 സ്റ്റേഡിയങ്ങളിൽ 104 മത്സരങ്ങൾ നടക്കും. റിയാദിലെ വേൾഡ് കപ്പ് ഒരുക്കങ്ങളുടെ പ്രദർശനവേദിയിൽ പ്രഖ്യാപനം ആരവങ്ങളോടെ ഏറ്റുവാങ്ങാൻ മന്ത്രിമാരും എത്തിയിരുന്നു. مستضيف فيفا كأس العالم لفيفا 2034 ستكون المملكة العربية السعودية. مبروك. ألف مبروك. ألف مبروك. In Riyadh. ألف مبروك لأصدقائنا بالسعودية. ഫിഫ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഘോഷത്തിലാണ് ലോകകപ്പ് നടക്കാനിരിക്കുന്ന സൗദിയിലെ നഗരങ്ങൾ. സൂറിച്ചിൽ നടന്ന ഫിഫയുടെ പ്രത്യേക കോൺഗ്രസാണ് 2034 ഫിഫ ലോകകപ്പ് വേദിയായി സൗദി അറേബ്യയെ പ്രഖ്യാപിച്ചത്. മറ്റാരും മത്സരരംഗത്തില്ലാതിരിക്കാൻ സൗദി അറേബ്യ നേരത്തെ തന്നെ കരുനീക്കങ്ങൾ നടത്തിയിരുന്നു. 500-ൽ 419.8 എന്ന സർവകാല ചരിത്ര റെക്കോർഡുമായാണ് സൗദി ഫിഫ ഫുട്ബോളിന് നേതൃത്വം നൽകാൻ പോകുന്നത്. 48 ടീമുകൾ ആദ്യമായി പങ്കെടുക്കുന്ന ലോകകപ്പ് എന്ന പ്രത്യേകത 2034 വേൾഡ് കപ്പിനുണ്ടാകും. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെത്തിയ ജർമ്മനിയുടെ ലോകകപ്പ് ചരിത്രവും സൗദി മറികടക്കും. 6.5 ലക്ഷത്തോളം പേരാണ് ജർമ്മനിയിലെ സ്റ്റേഡിയത്തിൽ അന്ന് മത്സരങ്ങൾ കണ്ടത്. സൗദിയിലത് 7,62,000 ആയിരിക്കും. ലോകകപ്പിന്റെ 104 മത്സരങ്ങളും സൗദിയിൽ തന്നെ നടക്കും. 15 സ്റ്റേഡിയങ്ങളിലായിട്ടായിരിക്കും മത്സരങ്ങൾ. അതിൽ 8 എണ്ണം പുതുതായി നിർമ്മിക്കാൻ പോകുന്നതാണ്. ഈ നഗരങ്ങളെല്ലാം ആഘോഷത്തിലാണ്. റിയാദ്, ജിദ്ദ, ഹോബാർ, നിയോം, അബഹ എന്നിവിടങ്ങളിലാണ് ഫിഫ ലോകകപ്പ് സ്റ്റേഡിയങ്ങൾ ഒരുങ്ങുക. സ്റ്റേഡിയങ്ങളിൽ ഏറ്റവും വലുത് റിയാദിലായിരിക്കും. 92,000 പേർക്ക് ഇരിക്കാവുന്നതാകും ഇവിടെ ഒരുങ്ങുന്ന സ്റ്റേഡിയം. ഇന്ന് റിയാദിൽ നടന്ന പ്രത്യേക സെഷനിൽ സൗദി ഒരുക്കാൻ പോകുന്ന സ്റ്റേഡിയങ്ങളുടെ പ്രദർശനമുണ്ടായിരുന്നു. ഇവിടെ മന്ത്രിമാരുൾപ്പെടെ ആഹ്ലാദത്തോടെ പ്രഖ്യാപനം ഏറ്റുവാങ്ങി. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ദിവ്യ ജോസഫ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദിവ്യ, ഔദ്യോഗിക പ്രഖ്യാപനം വന്നോ? അങ്ങനെയെങ്കിൽ ഏതൊക്കെ നഗരങ്ങളിൽ, എത്ര സ്റ്റേഡിയങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക? അമൃത, ഫിഫയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. 2034 നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് സൗദി അറേബ്യ ആതിഥ്യം വഹിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2030 നടക്കുന്ന വേൾഡ് കപ്പ് മൊറോക്കോ, സ്പെയിൻ, അതുപോലെ തന്നെ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളായിരിക്കും ആതിഥ്യം വഹിക്കുക. ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു മണിക്കൂറുകൾക്ക് മുൻപ് നടന്നത്. എന്ത് തന്നെയായാലും അത് സൗദിയിൽ, പ്രത്യേകിച്ച് സൗദിയിൽ നടക്കാൻ പോകുന്ന ഫുട്ബോൾ വേൾഡ് കപ്പ് ആഘോഷത്തോടെയാണ് അല്ലെങ്കിൽ വളരെ ആവേശത്തോടെയാണ് സൗദി ഈ ഒരു വാർത്തയെ സ്വീകരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും അതൊരു നല്ല വാർത്തയാണ് എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ പലപ്പോഴും ഇതിനു മുൻപുള്ള പല ഫുട്ബോളുകളും നമ്മൾ കണ്ടിട്ടുള്ളത് രാത്രി 12:30 അല്ലെങ്കിൽ 1 മണിക്കുമൊക്കെ TV-യുടെ മുന്നിൽ കുത്തിയിരുന്നുകൊണ്ടായിരുന്നു. പല മത്സരങ്ങളും നമുക്ക് TV-യിൽ മാത്രം കണ്ടിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഫുട്ബോളേഴ്സിനൊന്നും നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല. പലപ്പോഴും അതിന് നമുക്ക് ചെലവാക്കേണ്ടി വരുന്നത് വലിയ തുകകളായിരുന്നു, മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. പക്ഷേ 2022 ഇതിനൊരു മാറ്റം വന്നിരുന്നു. 2022 ഖത്തർ വേൾഡ് കപ്പിൽ പലർക്കും, കേരളത്തിൽ നിന്നടക്കം നിരവധി പേർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും അങ്ങനെ നിരവധി ആളുകളെ, തങ്ങൾ സ്നേഹിക്കുന്ന തങ്ങളുടെ ഫുട്ബോൾ ദൈവങ്ങളെ കാണാൻ അവസരം ലഭിച്ചിരുന്നു. അവരുടെ കളികൾ നേരിട്ട് കാണാൻ അവസരം ലഭിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ മെസ്സി എന്ന മിശിഹ വേൾഡ് കപ്പ് ഉയർത്തുന്നത് കാണാനുള്ള അസുലഭ ഒരു ഭാഗ്യവും ലഭിച്ചിരുന്നു. അങ്ങനെ മറ്റൊരു സൗഭാഗ്യവും കൂടി പ്രത്യേകിച്ച് മലയാളികളെയും ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരെയും കാത്തിരിക്കുകയാണ്. 2034 വരെ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നുള്ള ഒരു ചെറിയ വിഷമം മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഓഷ്യാനിയ മേഖലകളിൽ നിന്നായിരുന്നു ഫിഫ ബിഡ് ക്ഷണിച്ചിരുന്നത്. ആകെ സൗദി മാത്രമായിരുന്നു ആതിഥ്യം വഹിക്കാൻ താല്പര്യം അറിയിച്ചുകൊണ്ട് ഫിഫയെ സമീപിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയെ സെലക്ട് ചെയ്യാൻ കാരണം.
എന്തു തന്നെയായാലും വളരെ ആഘോഷത്തോടെ അല്ലെങ്കിൽ ആവേശത്തോടെയാണ് ഈ ഒരു വാർത്തയെ സൗദിയും അതുപോലെ തന്നെ മലയാളികളും ഇന്ത്യൻ ആരാധകരും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഇന്ത്യൻ ആരാധകരും ഈ ഒരു വാർത്തയെ സ്വീകരിച്ചിരിക്കുന്നത്. ശരി, ദിവ്യ ജോസഫാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.